കണ്ട് ഞെട്ടിയിരിക്കാന്ന് പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. ലാലേട്ടന് കൊണ്ടിരിക്കുന്ന ഇൻട്രോ ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. വേറൊരു പടം അങ്ങനെ ഒന്നും കണ്ടില്ല. ഇംഗ്ലീഷ് ലെവലിൽ പോയിട്ട് എവിടേക്കോ ഇല്ല. ഫസ്റ്റ് ഹാഫ് നമ്മളെ രീതിയിൽ കണ്ടിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫാണ് ശരിക്കും ഞെട്ടിച്ചടഞ്ഞത്. അവസാനത്തെ നമ്മൾ സ്പോയിലറൊന്നും കൊടുക്കുന്നില്ല, എന്നാലും അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സംഭവമാണ്. ലാലേട്ടനും പൃഥ്വിരാജും മഞ്ജു വാര്യറും ടോവിനോയും 4 ആൾക്കാർ സ്റ്റാറാക്കി കത്തിച്ച് പടം. കത്തിച്ച് പറഞ്ഞാൽ കത്തിച്ച് വമ്പ കത്തല. L3ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഒന്നും പറയാനില്ല. ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇനി വരണമെങ്കിൽ അത് ലൂസിഫർ 3 തന്നെ വരണം. പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂലി ഇന്റർനാഷണൽ അമ്മാതിരി മേക്കിംഗ്. 3 മണിക്കൂർ നമ്മളൊരു മലയാള സിനിമ കാണാൻ ഇടയ്ക്ക് ഡൗട്ട് അടിച്ചു പോകും. അത്രയും ക്വാളിറ്റിയിലാണ് സാധനം. പിന്നെ ലാലേട്ടനെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, ഓരോ മൊമെന്റ് വരുന്ന ആകെപ്പാടെ 41 മിനിറ്റ് എന്തോ ഉള്ളൂ എന്നാണ് പ്രത്യേകം പറഞ്ഞത്. പക്ഷെ വരുന്ന സമയമൊക്കെ കണ്ട് ഇപ്പോഴും രോമ എണീറ്റ് നിൽക്കുക വീട്ടിലെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ വേറെ ലെവല്. മഞ്ജു വാര്യർ ആവട്ടെ ടോവിനാവട്ടെ എല്ലാവർക്കും അതിൻ്റെതായ സ്പേസ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാനില്ല. ഇന്റർനാഷണൽ പടം. ഇത് മസ്റ്റ് 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 തിയേറ്റർ വാച്ചാണ്. നിങ്ങൾക്ക് ഒരിക്കലും നിരാശയാവില്ല. കണ്ടു നോക്ക്. ഗംഭീര പടം. അതിഗംഭീര സിനിമ. അതായത് ഒരു മാസ് ഓഡിയൻസിനിടയിൽ ഒരു ഫുൾ ഹൗസിൽ ഒരു മാസ് എൻ്റർടൈനർ കാണുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. അത് നമുക്ക് വേറെ എന്ത് കിട്ടിയാലും പകരം വെക്കാൻ പറ്റാത്തൊരു സുഖമാണ്. അതിൽ ലൂസിഫറിനെ ഒരു 10 മടങ്ങ് മുകളിൽ നിൽക്കുന്ന മാസ് സീൻസ്, ലാലേട്ടൻ്റെ അതിഗംഭീര മാസ് സീൻസ്. സത്യം പറഞ്ഞാൽ ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഒരു സീന് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തൃപ്തിയായിപ്പോയി. ഒരു ഫോറസ്റ്റ് ഫൈറ്റ്, ആ ഒരൊറ്റ സീന് മതി. ഒരു സിനിമയല്ല 10 സിനിമ കണ്ട ആവേശത്തിലാണ് നമ്മൾ ഇറങ്ങിയത്. ഈ സിനിമ ഒരു ഫുൾ ഹൗസ് തിയേറ്ററിൽ ഈ സിനിമ കാണുന്നത് എല്ലാവർക്കും ഒരു ലൈഫ് ടൈം ആസ്വാദനമായിരിക്കും. അത്രയും മുകളിൽ നിൽക്കുന്ന ഒരു ആസ്വാദനം ഇനി നമുക്ക് ഒരുപക്ഷെ നമുക്ക് എത്ര കാത്തിരുന്നാലും കിട്ടാത്ത തരത്തിലുള്ള ഒരു ആസ്വാദനമാണ് നമുക്ക് കിട്ടിയത്. എല്ലാവരും ശരിക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സിനിമ കണ്ട് ഇറങ്ങിയ ആ രീതിയിൽ ഈ സിനിമയെ ആസ്വദിച്ചിറങ്ങി. നമ്മൾ വളരെ ആവേശത്തോടെയാണ് ഈ സിനിമയെ വരവേറ്റത്. പക്ഷെ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ അതിൻ്റെ മേലെയാണ് ഈ സിനിമ നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പം നമ്മളൊക്കെ ശബ്ദമൊക്കെ എല്ലാവരും പോയി കിടക്കുക. അത്രയും ആവേശത്തോടു കൂടിയാണ് നമ്മൾ തിയേറ്ററിൽ ഓരോ സീനുകളും കണ്ടത്. ഒരു സിനിമ, ഒരു മാസ് സിനിമ എങ്ങനെ വേണം, അതിൻ്റെ ഒരു മാസും ക്ലാസും എന്താ പറയേണ്ടത്. ഇത്തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ വന്നാൽ ഇതേപോലെ തന്നെ ഈ റെക്കോർഡുകളിൽ നിന്ന് റെക്കോർഡുകളിലേക്ക് മലയാള സിനിമ പോകും. അതിൽ ലാലേട്ടനൊരു കാരണമായാലും നമുക്ക് അതിയായ സന്തോഷം. കാരണം ഞങ്ങൾ എന്തിനാണോ വെയിറ്റ് ചെയ്തത് അതിൻ്റെ അപ്പുറത്തൊരു സാധനമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് സീറ്റിലിരുന്ന് കാണാൻ പറ്റില്ല. ആ രീതിയിലുള്ള സീനുകളായിരുന്നു ഓരോ മിനിറ്റിലും വന്നുകൊണ്ടിരുന്നത്. കയ്യടി നിർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത കയ്യടി. സീറ്റിലിരുന്ന ആൾക്കാരൊന്നും കാണില്ല, എല്ലാവരും ചാടി മറിഞ്ഞാണ് സിനിമ കണ്ടത്. ഇതിൽ ഒരാൾക്കാരും സംശയം ഉണ്ടാവില്ല. രാജേട്ടൻ്റെ മേക്കിംഗ് വേറെ ലെവലാണ്. മലയാളം ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇത്രയും മാസമായിട്ടുള്ളൊരു സിനിമ മലയാളത്തിൽ ഇനി അടുത്ത കാലത്തൊന്നും വരും തോന്നുന്നില്ല. അതിന് ലാലേട്ടനും പൃഥ്വിരാജും ഇനി L3 വരണം. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി. ഈ സിനിമ പറയുന്ന ഒരു വിഷയമുണ്ട്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് അത്രയും പ്രാധാന്യമുള്ളൊരു വിഷയമാണ്